ഹൈദരാബാദിൽ ക്ഷേത്രം തകർത്തതിനെ തുടർന്ന് വർഗീയ കലാപം. ഹൈദരാബാദ് പഴയ നഗരത്തിലെ പുരാനാപൂൾ പ്രദേശത്ത് നടന്നതായി പറയപ്പെടുന്ന ഒരു വർഗീയ സംഭവവുമായി ബന്ധപ്പെട്ട് 11 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങളും മറ്റ് സാങ്കേതിക തെളിവുകളും ഉപയോഗിച്ച് നടത്തിയ തീവ്രമായ അന്വേഷണത്തിന് ശേഷം ജനുവരി 19-നാണ് അറസ്റ്റ് നടന്നത്. ജനുവരി 15-ന് വൈകുന്നേരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു നശീകരണ പ്രവർത്തനത്തിലാണ് സംഭവത്തിന്റെ വേരുകളുള്ളതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാത്രി 11:30 പുരാനാപൂൾ ദർവാസയിലെ മൈസമ്മ ക്ഷേത്രത്തിലെ അജ്ഞാതനായ ഒരാൾ അതിക്രമിച്ചു കയറി. ക്ഷേത്ര വരാന്തയിൽ സൂക്ഷിച്ചിരുന്ന ഫ്ലെക്സ് ബാനറും പ്ലാസ്റ്റർ ഓഫ് പാരീസും കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വിഗ്രഹവും നശിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്നുണ്ട്. പ്രധാന ശ്രീകോവിലിലും ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന വിഗ്രഹത്തിലും സ്പർശിച്ചിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ക്ഷേത്രത്തിന് സമീപം നിരവധി പേർ തടിച്ചുകൂടി. താമസിയാതെ ഒരു കൂട്ടം ആളുകൾ നിയമവിരുദ്ധമായി സംഘം ചേരുകയും മറ്റൊരു സമുദായത്തിൽപ്പെട്ട ചില്ല മസാർ നശിപ്പിക്കുകയും ചെയ്തു. പ്രകോപനപരവും വർഗീയവുമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നതായും ഇത് പൊതു ക്രമത്തിന് സാമുദായിക ഐക്യത്തിനും ഗുരുതരമായ തകർച്ചയുണ്ടാക്കിയതായും പോലീസ് പറയുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചിലർ അവരുമായി ഏറ്റുമുട്ടിയതായി ആരോപിക്കപ്പെടുന്നുണ്ട്. ഏറ്റുമുട്ടലിനിടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. പിന്നീട് പ്രദേശത്ത് കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി. പരാതികളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തിയതിനും മസാറിനെ അശുദ്ധമാക്കിയതിനും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും വെവ്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ജനുവരി 16-ന് ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തിയെന്ന കുറ്റം ചുമത്തി 24 മണിക്കൂറിനുള്ളിൽ പോലീസ് ആളെ അറസ്റ്റ് ചെയ്തു. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി കമാത്തിപുര പോലീസ് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുകയും സാങ്കേതിക തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. മസാറിന്റെ നിയമവിരുദ്ധമായ ഒത്തുചേരലിലും നശീകരണത്തിലും പങ്കെടുത്തതായി ആരോപിക്കപ്പെടുന്ന പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെ 11 പ്രതികളെ തിരിച്ചറിയാനും അറസ്റ്റ് ചെയ്യാനും ഇത് കാരണമായി. അറസ്റ്റിലായ എല്ലാ പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ ഉൾപ്പെട്ട ഒളിവിൽ പോയ മറ്റുള്ളവരെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും ശ്രമം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു. ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ VC സജ്ജനാറിന്റെ നിർദ്ദേശപ്രകാരം പഴയ നഗരത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കാമത്തിപുര, ബഹാദൂർപുര തുടങ്ങിയ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ ഫ്ലാഗ് മാർച്ചുകൾ നടത്തി. കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പിക്കറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട്. സംഭവത്തിന് ശേഷം AIMIM മേധാവി അസറുദ്ദീൻ ഒവൈസി, തെലങ്കാന BJP പ്രസിഡന്റ് രാമചന്ദ്ര റാവുവും സ്ഥലം സന്ദർശിച്ചിരുന്നു. ഹിന്ദു ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് പരാജയപ്പെട്ടതിന് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ കോൺഗ്രസ് സർക്കാരിനെ BJP കുറ്റപ്പെടുത്തി. തെലങ്കാന പോലീസ് എല്ലാ സമുദായങ്ങളിലെയും ആളുകളോട് സമാധാനം നിലനിർത്താനും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കാനും പോലീസുമായി സഹകരിക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനെതിരായ നടപടി കൂടുതൽ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. നിലവിൽ പ്രദേശത്തെ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ്. പൗരന്മാർ പരിഭ്രാന്തരാകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമം കയ്യിലെടുത്ത് ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 ജനുവരി 19-ന് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചതിനും നാശനഷ്ടങ്ങൾ വരുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും ഒരു സ്ത്രീ ഉൾപ്പെടെ 11 പേരെ കൂടി കാമാത്തിപുര പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പരിക്കേറ്റ് സ്കൂട്ടർ നഷ്ടപ്പെട്ട 19 വയസ്സുള്ള ഒരു ഇര പരാതി നൽകി. 2026 ജനുവരി 20 വരെ മറ്റ് സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.